ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ള കേസിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടത്തി പോലീസ്. പ്രതി റിജോ ആന്റണിയുടെ വീട്ടിലും ബാങ്കിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നും 12 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിനിടെ റിജേഷ് പൊട്ടിക്കരയുകയും ചെയ്തു. മരമണ്ടനായ മാനേജർ കത്തികാട്ടിയ ഉടൻ മാറി തന്നു എന്ന് ഇയാൾ മൊഴിക്കിടെ പറഞ്ഞു. മോഷണം ആഡംബര ജീവിതത്തിനായി വാങ്ങിയ കടം വീട്ടാനെന്നാണ് റിജോയുടെ ആദ്യ മൊഴി. ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ഇയാളെ പിടികൂടാനായി. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയോ? ബാങ്കിൽ ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇയാളുടെ പ്രതിയുടെ ഒരു മനോനില എന്തായിരുന്നു? സനീഷ, തീർച്ചയായും ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രധാനപ്പെട്ട ഇടങ്ങളിലുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇയാൾ ഈ മോഷണം നടത്തിയതിന് ശേഷം ആദ്യം ഇയാൾ ഈ വാഹനവുമായി പോയത് സുഹൃത്ത് ബിനീഷിൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തുന്നതിന് മുമ്പ് സമീപത്തുള്ളൊരു പ്രദേശത്തെത്തി ഇയാൾ ഈ മോഷണ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം മാറുന്നുണ്ട്. അതിനുശേഷം വസ്ത്രം മാറിയതിനു ശേഷം ഇയാൾ ബിനീഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ബിനീഷിന് 3 ലക്ഷം രൂപ ബിനീഷിൻ്റെ കയ്യിൽ നിന്ന് 2 കൊല്ലം മുമ്പ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച ആളുകളൊക്കെയാണ്. അങ്ങനെ ആ പണം 10,000 രൂപ മാത്രമാണ് തിരികെ നൽകിയിരുന്നത്. അതിൻ്റെ ബാക്കി എന്നോണം 2,94,000 രൂപ ബിനീഷിന് തിരികെ നൽകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും പ്രതി അവിടെ നിന്ന് മാറുകയും പലയിടങ്ങളിലായി 2 ഇടങ്ങളിൽ കൂടി ഡ്രസ്സ് മാറ്റിയതിനു ശേഷമാണ് ഈ സഞ്ചാരം തുടരുകയും ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിജോയുടെ വീട്ടിലെത്തിയുള്ള മൊഴിയെടുപ്പും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പുലർച്ചെ അടക്കമുള്ള സമയങ്ങളിൽ എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പണം കൈമാറിയിരുന്ന ബിനീഷിന്റെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. അതോടൊപ്പം ഈ വസ്ത്രം മാറിയ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാങ്കിൽ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പും പൂർത്തിയായിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷം മെഡിക്കൽ പരിശോധനകൾ കൂടി നടത്തിയതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുക. എന്തായാലും വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മോഷണമാണ് ഇത് എന്ന് വ്യക്തമാകുന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പ്രതി മോഷണത്തിന് ശേഷം 3 തവണ വസ്ത്രം മാറി അടക്കം സഞ്ചരിക്കുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 25ഓളം സ്ഥലങ്ങളിലെ CCTV ആണ് പോലീസ് പ്രധാനമായും ശേഖരിച്ചത്. ആ CCTV-കൾ പോലീസ് പല ആളുകളോടായി ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ആളെ കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും മുഖം വ്യക്തമല്ലായിരുന്നു. പക്ഷേ ഈ വഴിയിൽ കൂടി നടന്നുപോയ ഒരു സ്ത്രീയാണ് ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ച സമയത്ത് ഇതേ സെയിം ശരീരപ്രകൃതമുള്ള ഒരാൾ ഇന്ന വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. പിന്നീട് പോലീസ് ഈ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ മോഷണം നടത്തിയ അതേ കമ്പനിയുടെ വാഹനമുണ്ട്, പക്ഷേ നമ്പർ വ്യത്യാസമാണ് എന്ന് കണ്ടെത്തുന്നു. പിന്നീട് ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇയാളുടെ വസ്ത്രധാരണ രീതി അടക്കം പരിശോധിച്ചപ്പോൾ ഇയാൾ മോഷണ സമയത്ത് ധരിച്ചിരുന്ന അതേ സാമ്യമുള്ള ഷൂസ് ഇയാൾ പല സമയങ്ങളായി ധരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൂടി പോലീസ് ലഭിച്ച സമയത്താണ് പിന്നീട് കൂട്ടത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം മുന്നോട്ട് പോവുകയും ഇയാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാകുകയും ചെയ്തത്. 3 തവണ വസ്ത്രം മാറി സഞ്ചരിച്ചതും ഒരേ ആളാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ഇന്നലെ ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്നുള്ള അമിത പ്രതീക്ഷ ഇയാൾക്കുണ്ടായിരുന്നു. കാരണം ഫിംഗർ പ്രിന്റ് ഒരിടത്തും പതിയാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളിൽ പറഞ്ഞാൽ പോലും മുഖം വ്യക്തമാകാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. ഹിന്ദി സംസാരിച്ചത് പോലും അതിനായിട്ടായിരുന്നു. മലയാളി അല്ല ഈ മോഷണം നടത്തിയത് എന്നും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചും. പക്ഷേ ഹിന്ദി സംസാരിച്ചപ്പോൾ പോലും ഹിന്ദിയിൽ ചില വാക്കുകൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളത് പോലീസ് പ്രധാനമായും നോട്ട് ചെയ്തു. ഫ്ലുവൻ്റായി ഹിന്ദി സംസാരിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം ദേശീയപാതയിൽ ഉള്ള പ്രദേശങ്ങളിലെ CCTV-കളിലൊന്നും ഈ വാഹനം പതിയാത്തതും പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ ഈ മോഷണം നടത്തിയ ആളുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കും പോലീസ് എത്തി. അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് ഇയാളിലേക്ക് എത്തുകയും അങ്ങനെ ഇയാളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇയാൾ ആഡംബര ജീവിതം നയിക്കാനും കടം വീട്ടാനുമാണ് ഈ ഒരു പണം തട്ടിയെടുത്തത് എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഭാര്യയടക്കം വിദേശത്ത് നിന്ന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത മുൻനിർത്തി ഈ കടക്കാരെങ്കിലും വീട്ടിലെത്തുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഭയപ്പെട്ടിരുന്നു. അതിന് മുന്നോടിയായി ഈ കടം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മോഷണം നടത്തിയത്. കേവലം 3 മിനിറ്റ് നേരം മാത്രം സമയം കൊണ്ട് ഇയാൾ മോഷണം നടത്തി ബാങ്കിലെത്തി. അവിടെ പോലീസിന് മൊഴി നൽകുന്നതിനിടയിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കൂടെ വന്നുവല്ലോ. അയാൾ കരയുന്നുണ്ടായിരുന്നു. എന്താണ് അതിന് കാരണമായെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാനേജർ ഒരു മരമണ്ടനായിരുന്നു, ഞാൻ കത്തിയെടുത്തപ്പോൾ തന്നെ അയാൾ മാറിത്തന്നു എന്ന് പറയുന്ന ഇയാൾ വളരെ തന്ത്രപരമായിട്ട് ഒരിക്കലും പോലീസ് പിടിക്കാത്ത വിധമാണ്, വളരെ ബുദ്ധിപൂർവ്വമാണ് താൻ ഈ ബാങ്ക് കൊള്ള നടത്തിയത് എന്നായിരുന്നോ വിചാരിച്ചിരുന്നത് പിടിക്കും വരെ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇയാൾ വിചാരിച്ചിരുന്നത്. അതിലെ കഴിഞ്ഞ ദിവസം ഈ കുടുംബസംഗമം നടന്ന വേളയിൽ വീട്ടിലെത്തിയ ആളുകളോടക്കം ഈ ബാങ്ക് കൊള്ളയെക്കുറിച്ച് സംസാരിച്ച ആളുകളോടക്കം ഇയാൾ പറഞ്ഞിരുന്നത് അത് ഒരിക്കലും പിടിക്കപ്പെടാൻ സാധ്യതയില്ല, അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരോ ആണ്, അത് പോലീസിന്റെ വലയിലൊന്നും വീഴാൻ സാധ്യതയില്ല, അതിവിദഗ്ധമായ ഒരു മോഷണമാണ് തുടങ്ങിയ സംസാരം നടത്തിയിരുന്നു എന്നുള്ള കാര്യം വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനും തൊട്ട് മുമ്പായി പക്ഷേ ഇയാൾ പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് സൈഡിൽ നിന്ന് ഇയാൾ പൊട്ടിക്കരയുകയും കണ്ണുകൾ തുടയ്ക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞു. സ്വാഭാവികമായും വലിയൊരു പ്രമാണിയായി നാട്ടിൽ നടന്നിരുന്ന ഒരാളാണ്, ആളുകൾക്ക് ഒക്കെ അത്തരത്തിൽ വലിയ വീടൊക്കെ വെച്ച് താമസിക്കുന്ന ഒരാൾ എന്ന ലേബലിൽ ഉണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ പെട്ടെന്നൊരു മോഷണക്കാരനായി നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇനി താൻ ഇറങ്ങി വരികയാണ് എന്നുള്ള ഒരു മനോവിഷമത്തിലായിരിക്കാം ഒരു പക്ഷേ അയാൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിവിദഗ്ധമായി താൻ നടത്തിയ ഒരു ഓപ്പറേഷനായി തന്നെയാണ് ഇയാൾ ഇത് കരുതിയിരുന്നത്. ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ബാങ്ക് റോബറി നടത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്നലെ അപ്രതീക്ഷിതമായി പോലീസ് കയറി വരുമ്പോൾ ഇയാൾ വലിയ രീതിയിൽ ഞെട്ടൽ ഇയാളിൽ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പോലീസ് നിരത്തിയ തെളിവുകൾക്ക് മുമ്പിൽ ഇയാൾക്ക് ഒടുവിൽ ആ മോഷണക്കുറ്റം സമ്മതിക്കേണ്ടി വരികയായിരുന്നു. സനീഷ്. ശരി, നന്ദി ആസിഫ് വിവരങ്ങൾക്ക്.